ഇതെനിക്ക് ദീപാവലീൻ്റെ സമയത്ത് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു സ്റ്റിക്കറാണ്, പൂജ നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ഗുജറാത്തീസിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അത് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. പിന്നെ നമ്മുടെ ശിരാതില്ലേ, അതാണത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയൊക്കെയാണ് വെച്ചത് കേട്ടോ. പിന്നെ കുറേ ബോക്സുകളാണ് എൻ്റെ ചുറ്റുഭാഗത്തുള്ളത്. അതിൻ്റെ അകത്തൊക്കെ എന്താണ് സംഭവം എന്ന് ഒന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ മറ്റേ സ്റ്റിക്കറാണ് തോന്നുന്നത്. പൂജാ റൂമിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ കയറുന്ന വാതിലിൻ്റെ അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കല്ലോ, അങ്ങനത്തെ ഒരു പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. നൂലൊക്കെ കെട്ടി വെച്ചതിനെ കൊണ്ട് കുറച്ച് പണി ഉണ്ടായിരിക്കാൻ. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ പൂജ റൂമിൻ്റെ ഇടയ്ക്ക് കയറുന്ന സമയത്ത് അതിങ്ങനെ ഒന്നിച്ച് നീളത്തിൽ ഒട്ടിച്ച് വേണമെങ്കിൽ വെക്കാട്ടോ. നല്ല രസമുണ്ട്. അടുത്ത ബോക്സിൽ എന്താ നോക്കാം. അത് നമ്മുടെ ചന്ദനത്തിരിൻ്റെ വേറൊരു ടൈപ്പ് ആയിട്ടാണ് തോന്നുന്നത്. കണ്ടോ, ഇങ്ങനത്തെ സൈസ് ചന്ദനത്തിരിയില്ല, പക്ഷെ നല്ല സ്മെല്ലുണ്ട്, ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കും കത്തിച്ച് കഴിഞ്ഞാൽ. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. അടുത്ത ബോക്സ് എന്താ നോക്കാം. ഇതെന്താണ്, കുറേ പൊതികളാട്ടോ ഇനി ഇതിൻ്റെ അകത്തുള്ളത്. എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ശിരാതിൽ കത്തിക്കാനുള്ള തിരിയായിരിക്കും തോന്നുന്നു. തിരിയല്ല, ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. സത്യം പറഞ്ഞാൽ സാധനങ്ങൾ എന്തിനുള്ളതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അടുത്ത എന്താ നോക്കാം. ഈ ഒരു ബോക്സിനുള്ളിൽ നിറയെ കവറുകളാണ്, കുറേ കവറ് കാണുന്നുണ്ടേ. കർപ്പൂരം, നമുക്ക് കത്തിക്കാനുള്ള കർപ്പൂരം കേട്ടോ. ഇനി അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. ഇതൊക്കെ മറ്റേ പൊടികളാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഗുജറാത്തീസിൻ്റെ അടുത്ത് ഓര് കാണല്ലേ, കുറച്ച് കളർ കൂടിയ ടൈപ്പൊക്കെ പൊടികളൊക്കെ തൊടുന്നത്, നമ്മളിവിടെ തൊടുന്നതിന് പോലെ അല്ലാത്ത അങ്ങനത്തെ കുറച്ച് പൊടികളാണ് തോന്നുന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ അടക്ക പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്, അടയ്ക്കാണോ എന്താണെന്ന് അറിയില്ല. അടുത്തത് ഇപ്പം എന്തായിരിക്കും. ഈ പാക്കറ്റ് ഇങ്ങനെ ആക്കി ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഒക്കെ കുഞ്ഞു സാധനങ്ങളല്ലേ. അത് അതിന് തന്നെ വേറെ തന്നെ ഒരു ചന്ദനത്തിൻ്റെ പൊടി ആയിരിക്കും തോന്നുന്നു, ചുവപ്പ്. അരി ഉണ്ട് കേട്ടോ. ഈ അരി എന്തെങ്കിലും മനസ്സിലായില്ല. പിന്നെന്താ ഉള്ളേ. ഇതും അതിൻ്റെ വേറെ തന്നെ ഒരു പൊടിയാണ്, ഒരു മഞ്ഞപ്പൊടി. ഇനി ഒരു ബോക്സും കൂടി പൊളിക്കാനുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ പൊളിച്ചെടുത്തിട്ട് തീരുന്നില്ല. അത് വേറൊരു കളർ കൂടി. അപ്പം 2-3 കളർ പൊടി ഇട്ടിട്ടു. ഇതിൻ്റെ അകത്ത് എന്താണോ എന്താ സംഭവം. ഒരു നൂലിൻ്റെ ഉണ്ടയാണ്. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പൂജാ സാധനങ്ങളിൽ വിടുന്നതായിരിക്കും, പക്ഷെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ ഈ ചന്ദനത്തിരിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയല്ല സാധാ ഉപയോഗിക്കാറ്. ഇവർക്ക് പക്ഷേ എപ്പോഴും പൂജ അങ്ങനത്തെയൊക്കെയുള്ള ഈ ഗ്രാമ്പു ഇതൊക്കെ ഉള്ളൊരു പാക്കറ്റ് ഉണ്ട്. ചിലപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇന്ന സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. ഇനി ഒറ്റ ബോക്സും കൂടി ഉള്ളൂ. ഇത് വേറൊരു നൂലിൻ്റെ ഉണ്ട. ഇതൊക്കെ എന്തിനാണ് എന്താ അറിയില്ല. ചന്ദനത്തിരി പിന്നെയും വേറെയും ഉണ്ട് കേട്ടോ. കുറേ സാധനം ചന്ദനത്തിരി ഉണ്ട്. പക്ഷെ നമ്മുടെ ചന്ദനത്തിൻ്റെ പോലെയല്ല, ഭയങ്കര കുത്തുന്നൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇതിന്. ചിലപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ആ സ്മെല്ലുണ്ട്. പൂജ റൂമിൽ കത്തിച്ച് വെച്ചാൽ നല്ലതായിരിക്കും.
പിന്നെ ചില ആളുകൾക്ക് ഈ സ്മെല്ല് പറ്റില്ല. ഇപ്പം ശ്വാസകോശപരമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്മെല്ലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചന്ദനത്തിൻ്റെ സ്മെല്ലാണെങ്കിൽ തന്നെ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്മെല്ലാണെങ്കിൽ തീരെ അവർക്ക് പറ്റുകയില്ല. എന്തല്ലേ ഇതിലും ഇതേപോലെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ബോക്സ് കവറുകളാണ്. കൽക്കണ്ടത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ. എന്തിനാണാവോ? വീണ്ടും ഒരു നൂലും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ കുറച്ചും കൂടി വലുപ്പമുള്ള ചോപ്പ്. പൊടിയല്ല അത് കേട്ടോ, ഇത് മറ്റേ പട്ടാണ് തോന്നുന്നു. ദൈവത്തിനെ കുഴിച്ചെടുക്കൂലേ, അതേപോലത്തെ പട്ട്, കുഞ്ഞു പൊട്ട്, ചെറിയൊരു 2 പീസ്. നമ്മുടെ ഗംഗാജലമാണെന്നാണ് പറയുന്നത് കേട്ടോ. ചെറിയൊരു ഗംഗാജലത്തിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇത് നമ്മുടെ ചെറിയ ഇതല്ലേ, എന്താ പറയുക, സ്പ്രേ ടൈപ്പ്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഇനിയിപ്പം ഒന്നുമില്ല. ഇത് പിന്നെ അതിൻ്റെ ഒരു ബുക്സാണ് തോന്നുന്നു. അല്ല, ഇതെന്തായിട്ടും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ബുക്സ് ആയിരുന്നു. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഹിന്ദി നല്ല വശമുള്ളതുകൊണ്ട് ഹിന്ദിയാണോ സംസ്കൃതമാണോ അറിയില്ല. എന്തായാലും എടുക്കട്ടെ. അപ്പോൾ മൊത്തത്തിൽ ഇത്ര ഐറ്റംസ് ആയിട്ട് കിട്ടിയത്. മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. എന്തായാലും ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഐറ്റംസ് എന്തിനുള്ളതെന്ന് കറക്റ്റ് അറിയില്ലെങ്കിലും മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഫുള്ളൊരു ചന്ദനത്തിൻ്റെ സ്മെല്ല് കിട്ടും.